എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? റാഗി പൊടി എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഒരു കുറുക്ക് പോലെ എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ റാഗി പൗഡറൊക്കെ ഇപ്പോൾ നല്ല ബ്രാൻഡുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഒരു 2 സ്പൂൺ ഇങ്ങനെ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ട ഉടച്ചെടുക്കുക കേട്ടോ. നന്നായി കട്ട ഉടച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് വെന്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് പ്രോട്ടീനും കാൽസ്യം ഒക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അത് കാരണം കൊണ്ട് ഇപ്പോൾ സാധാരണ ആൾക്കാരിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ കുറുക്കൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കാം. എന്നാലും ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ട് നല്ലോണം അത് കട്ട ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതിൽ ഒരു 2 സ്പൂൺ പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതാക്കി എടുത്തു. ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചത് ചൂടാക്കി എടുത്തിട്ട് ആ ചൂടായ വെള്ളത്തിലേക്ക് ഈ കലക്കിയ റാഗി പൗഡർ ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കണം, അല്ലെങ്കിൽ കട്ട കിട്ടുകയെ. അപ്പോൾ വേഗം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒപ്പം ഇളക്കുക കേട്ടോ. ഇനി ഈ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ കലക്കി എടുത്തുകൊണ്ട് വേവില്ലല്ലോ, ഇതിൽ നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. റാഗി പൗഡർ വെന്ത് വരണം. അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മൾ പിന്നെ കൂവപ്പൊടിയൊക്കെ കുറുക്കില്ലേ, അതുപോലെ അങ്ങനെ വേഗം വെന്ത് വരും കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം പിടിക്കും, കാരണം ഇത് നന്നായി വെന്തിട്ട് മാത്രം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കുന്നത്. ഡയറക്റ്റ് അങ്ങോട്ട് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഇതാവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ കട്ട ഒട്ടും അതിൻ്റെ കട്ടയൊന്നും ഇല്ലാണ്ട് പൊടി ഇതെടുത്തിട്ട് കുഴമ്പാക്കി എടുത്തിട്ട് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആക്കുമ്പോഴാണ് അത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് എടുക്കും, ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ റാഗി തിളച്ചത് എങ്ങനെയായിട്ട് കേട്ടോ, കുറുകി വന്നിട്ടുണ്ട്. ഈ രീതിയിലായിട്ടുണ്ട്. ഇതിൽ ചേർക്കുന്ന വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. കട്ടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ചേർക്കണ്ടില്ല കേട്ടോ, ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ കലക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂസായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഈ സമയത്ത് ഇങ്ങനെ കുറുകി വരുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പ് കേട്ടോ ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കുക. അതിന് ശേഷം ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി അതൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം അവനവന് ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പോൾ ഒരു ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് മധുരം ചേർക്കേണ്ടവർക്ക് നമുക്ക് പനം കൽക്കണ്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കരിപ്പട്ടി ശർക്കരയില്ലേ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഷുഗർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, പഞ്ചസാര എന്തായാലും ചേർക്കരുത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ 2 ഡേറ്റ്സ് ചെറുതായിട്ട് ഇതാക്കിയിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഈ ചൂടുള്ളതിലേക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മധുരം കിട്ടും. ഇത്രേ വേണ്ടൂ. അപ്പോൾ ഈ 2 ഡേറ്റ്സ് ആയാൽ തന്നെ ഇതിലേക്ക് അത്യാവശ്യം നല്ല മധുരം കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലതാണല്ലോ ഡേറ്റ്സ്. അങ്ങനെ ചേർക്കണവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്ത് ഈ ഡേറ്റ്സും അതിൽ നന്നായി ഇതായി മിക്സ് ആവട്ടെ, മധുരമൊക്കെ പിടിക്കട്ടെ. ഇത്രയായി കഴിയുമ്പോഴേക്കും തന്നെ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ ഇങ്ങനെയായി. ഇപ്പോൾ ഇത് നമ്മുടെ റാഗിയൊക്കെ ഉണ്ടല്ലോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളത്തിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കട്ടയാക്കണമെങ്കിൽ നമുക്ക് കട്ടയാക്കാം, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് കുടിക്കാൻ താല്പര്യം വെച്ചാൽ ഇതുപോലെ കഴിക്കാം. ഇനി അവസാനം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ചിലർ നെയ്യ് ഒഴിച്ചു കൊടുക്കും, നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യൊന്നും ഒഴിക്കണില്ല. പക്ഷേ ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷനായിട്ട് ഒരു 2 സ്പൂണ് നാളികേരം ചിരവ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക കേട്ടോ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഹെൽത്തി ആയിട്ട് കുടിക്കുമ്പോൾ ഈ നാളികേരം ഒക്കെയും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അധികമൊന്നും ചേർക്കണില്ലല്ലോ, 2 സ്പൂണല്ലേ ചേർക്കണുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഇതിൽ എന്താ പറയുക, പഞ്ചസാര ഒട്ടും ചേർക്കരുത് മധുരത്തിന് വേണ്ടി. അതാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ചിലർ പാലൊക്കെ ഒഴിക്കും, പക്ഷേ പാലൊക്കെ ഒഴിച്ചാൽ ഇത് പിന്നെ അത്ര അങ്ങോട്ട് ഹെൽത്തി ആയി എന്ന് വരില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പാലൊക്കെ ഒഴിക്കാണ്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. പാലൊഴിച്ചുണ്ടാക്കി അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് ഒരു 2 സ്പൂൺ നാളികേരം
അങ്ങനെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റാഗി കുറുക്ക്. പണ്ടൊക്കെ ഇത് കുട്ടികൾക്കാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ പക്ഷേ ആൾക്കാർ ഹെൽത്ത് ഇത് നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ കുറുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.